Shagundalam while we read questions and answers. Question A. Fear shrinks to half the body small. Explain. ഭയം കാരണം ശരീരം അതിന്റെ പകുതിയായി ചുരുങ്ങുന്നു. Explain ചെയ്യുക. It means that when the deer is frightened, it becomes smaller as if its body shrinks in fear. It shows the deer's helplessness and terror. മാൻ ഭയപ്പെടുമ്പോൾ ഭയത്താൽ അതിന്റെ ശരീരം പകുതിയായി ചുരുങ്ങുന്നതായി അനുഭവപ്പെടുന്നു. ചുരുങ്ങി ചെറുതാകുന്നതായി അനുഭവപ്പെടുന്നു. അത് ആ ഭീകരമായ സാഹചര്യത്തിൽ മാനിന്റെ നിസ്സഹായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. Why does the king say, I can hardly keep him in sight? ഓടിക്കൊണ്ടിരിക്കുന്ന മാനിനെ തനിക്ക് നന്നായി വളരെ കഷ്ടപ്പെട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, തന്റെ കാഴ്ചയിൽ അത് നിൽക്കുന്നുള്ളൂ എന്ന് രാജാവ് പറയാൻ കാരണമെന്ത്? Because the deer is running so fast and it's jumping so high that it seems to fly, making it difficult for the king to keep it in sight. കാരണം മാൻ വളരെ വേഗത്തിൽ ഓടുകയും ഉയരത്തിൽ ചാടുകയും ചെയ്യുന്നതിനാൽ അത് പറക്കുന്നതായി അനുഭവപ്പെടുന്നു. അതിനാൽ രാജാവിന് അതിനെ കാഴ്ചയിൽ നിർത്താൻ വളരെ പ്രയാസമാണ്. What is the tender form of the deer compared to? മാനിന്റെ മൃദുവായ രൂപം എന്തുമായി താരതമ്യം ചെയ്യുന്നു? The hermit compares the deer's tender form to blossoms that perish in the fire, showing its innocence and fragility. ആ മാനിന്റെ മൃദുലമായ രൂപത്തെ തീയിൽ കത്തി നശിച്ചു പോകുന്ന പൂക്കളോടാണ് സന്യാസി താരതമ്യം ചെയ്യുന്നത്. അത് അതിന്റെ നിഷ്കളങ്കതയെയും ദുർബലതയുമാണ് കാണിക്കുന്നത്. What is the hermit's request to Dushyanta? ദുഷ്യന്തനോട് സന്യാസിയുടെ അപേക്ഷ എന്തായിരുന്നു? The hermit requests the king not to kill the deer as it belongs to their hermitage, asking him to use his weapons to protect the weak, not harm them. മാനിനെ കൊല്ലരുതെന്ന് സന്യാസി രാജാവിനോട് അഭ്യർത്ഥിക്കുന്നു, കാരണം അത് അവരുടെ ആശ്രമത്തിൽപ്പെട്ടതാണ്, ആശ്രമത്തിൽ വളർത്തുന്നതാണ്. ദുർബലരെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കാനാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നും സന്യാസി കൂട്ടിച്ചേർക്കുന്നു. Why do the hermits call Dushyanta a shining example of kings? എന്തുകൊണ്ടാണ് സന്യാസിമാർ ദുഷ്യന്ത മഹാരാജാവിനെ രാജാക്കന്മാരുടെ തിളങ്ങുന്ന ഉദാഹരണം എന്ന് വിശേഷിപ്പിച്ചത്? Because Dushyanta immediately obeys their request, showing kindness, humility and justice, true qualities of a noble king. കാരണം ദുഷ്യന്തൻ അവരുടെ അഭ്യർത്ഥന ഉടനടി അനുസരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദയ, വിനയം, നീതി എന്നിവയൊക്കെ ഇത് കാണിക്കുന്നു. ഒരു നല്ല രാജാവിന്റെ യഥാർത്ഥ ഗുണങ്ങളാണ് ഇവയൊക്കെ. What aspect of the king's character is revealed when he says, we must not disturb the hermitage? നമ്മൾ ആശ്രമത്തെ ശല്യപ്പെടുത്തരുത് എന്ന് രാജാവ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ഏത് വശമാണ് വെളിപ്പെടുന്നത്? It shows the king's respect and politeness toward the peaceful life of the hermits. സന്യാസിമാരുടെ സമാധാനപരമായ ജീവിതത്തോടുള്ള രാജാവിന്റെ ആദരവും മര്യാദയുമാണ് ഇത് കാണിക്കുന്നത്. Whose voice does the king hear to the right of the grove? തോട്ടത്തിന്റെ വലതുഭാഗത്തായി രാജാവ് ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? He hears the voices of the hermit girls Shakuntala, Anasuya and Priyamvada coming from the right side of the grove. തോട്ടത്തിന്റെ വലതുവശത്തു നിന്ന് വരുന്ന സന്യാസിനികളായ ശകുന്തളയുടെയും അനസൂയയുടെയും പ്രിയംവദയുടെയും ശബ്ദങ്ങളാണ് രാജാവ് കേൾക്കുന്നത്. What does Priyamvada mean by we shall not be working for a reward? നമ്മൾ പ്രതിഫലത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എന്ന് പ്രിയംവദ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? She means they are watering trees that have already flowered, doing good without expecting any reward, an act of selflessness. പൂത്തുലഞ്ഞ മരങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന മൂലം പ്രതിഫലം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിസ്വാർത്ഥമായ ഒരു പ്രവൃത്തി. പൂത്തുലഞ്ഞ ചെടികൾക്ക് വെള്ളം നൽകുമ്പോൾ ഇനി അതിൽ നിന്ന് പൂകളൊന്നും വിടരാനില്ല, അതിലെ പൂകളൊക്കെ ഓൾറെഡി വിടർന്നതാണ്. പക്ഷെ അവയ്ക്ക് വെള്ളം നൽകുമ്പോൾ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ചെയ്യുന്നത്. പൂക്കാരായി നിൽക്കുന്ന ഒരു ചെടിക്ക് വെള്ളം കൊടുക്കുന്നതിൽ പൂവ് വിടരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ അത് പ്രതീക്ഷിക്കാതെ സെൽഫ്ലെസ്നെസ്സോട് കൂടി നിസ്വാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്രിയംവദയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. Do you think nature communicates with us? How? പ്രകൃതി നമ്മളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്ങനെ? Yes, nature communicates in its own way. The wind, trees and birds reflect peace or warning, connecting us to the world around us. അതെ, പ്രകൃതി അതിൻ്റെതായ രീതിയിൽ മനുഷ്യരോട്, നമ്മളോട് ആശയവിനിമയം നടത്തുന്നുണ്ട്. കാറ്റും മരങ്ങളും പക്ഷികളും ഒക്കെ
സമാധാനത്തെയോ മുന്നറിയിപ്പുകളെയോ പ്രതിഫലിപ്പിക്കുന്നു. നമ്മെ ചുറ്റുമുള്ള ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ അവർ പ്രധാന പങ്ക് വഹിക്കുന്നു. Have you come across work of art showing harmony between humans and nature? മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം പ്രകടമാക്കുന്ന കലാസൃഷ്ടികൾ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? Yes, examples include Radha and Krishna in nature, Wordsworth poems and Indian paintings showing gods and goddesses with trees and animals. ഒരുപാട് അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് പ്രകൃതിയിലെ രാധയും കൃഷ്ണനും, പിന്നെ വേഡ്സ്വർത്തിന്റെ കവിതകളുണ്ട്. മരങ്ങളും മൃഗങ്ങളുമുള്ള ദേവന്മാരുടെയും ദേവതകളെയും കാണിക്കുന്ന ഇന്ത്യൻ ചിത്രങ്ങൾ എന്നിവയൊക്കെ അതിന് ഉദാഹരണമാണ്. What unseasonal quality of the spring creeper does Shakuntala notice? വസന്തകാല വള്ളിച്ചെടിയുടെ എന്ത് അപ്രസക്തമായ ഗുണമാണ് ശകുന്തള നോട്ടീസ് ചെയ്യുന്നത്? She notices that the spring creeper is covered with buds even though it is not spring, symbolizing new life and beauty. വസന്തകാലം അല്ലെങ്കിലും വസന്തകാല വള്ളിച്ചെടി മുട്ടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നതാണ് ശകുന്തള ശ്രദ്ധിക്കുന്നത്. ഇത് പുതിയ ജീവിതത്തെയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു.